മരണപ്പെട്ടത് ലഹു 63 സന. ഹബീബ റസൂലുള്ളാഹിന്റെ അതേ രൂപത്തിൽ വളരെ ഗൗരവമായി ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൊല്ലത്തിനും ചില്ലറ മാസങ്ങൾക്കും ശേഷമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. മുസ്തഫ നബിയുടെ 2 കൊല്ലത്തിനും ചില്ലറ മാസങ്ങൾക്കും ശേഷമാണ് മരിച്ചിട്ടും ഉള്ളത്. അഥവാ ഹബീബ റസൂലുള്ളാഹിയെ പോലെ തന്നെ 63 വയസ്സായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ തന്റെ താരിഖുൽ ഖുലഫായിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉലിദ ബഅദ മൗലിദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസനതൈനി വഅശ്ഹുരി ഫഇന്നഹു മാത വലഹു 63 സന എന്നാണ്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് റബീഉൽ ആഖിറിലാണ് എന്നും ജമാദുൽ ആഖിറിലാണെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ റബീഉൽ ആഖിറിലാണ് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട അഭിപ്രായം. അതായത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടുശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത് റബീഉൽ അവ്വലിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റബീഉൽ ആഖിറിലാണ് എന്ന് വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ്, ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥാനങ്ങളും രീതികളും തൽക്കാലം നമുക്കൊണ്ട് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ താരിഖുൽ ഖുലഫായിൽ രേഖപ്പെടുത്തുന്നു, വകാന മൻശഉഹു ബിമക്ക ലാ യഖ്റുജു മിൻഹാ ഇല്ലാ ലിതിജാറത്തി. ബഹുമാനപ്പെട്ടവർ മക്കയെ എപ്പോഴും പിടിച്ചുകൂടുന്ന ആളായിരുന്നു. മക്കയുടെ ശറഫിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. കച്ചവട ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ഒരിക്കലും മക്കയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല. ജനിച്ചത് മക്കയിൽ തന്നെയാണ്. മാലിൻ ജസീൽ, വലിയ ധനമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഫീ ഖൗമിഹി. വലിയ ഹല്ലുൻ വാഫിറായ അനവധി സമ്പത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി എങ്ങനെ മരിച്ചു എന്ന അവസാനം നമുക്ക് ചിന്തിക്കാം ഇൻഷാ അല്ലാഹ്. വകാന ഫീ മുറുവത്തിൻ താമത്തിൻ വഇഹ്സാനിൻ ഫീ തഫള്ളുലിഹി. വലിയ ആളായിരുന്നു. വലിയ ജനങ്ങളോട് വലിയ താല്പര്യവും വലിയ നീതിബോധവും വലിയ ധർമ്മബോധവും ഒക്കെ ഉള്ള ആളായിരുന്നു. ഇസ്ലാം ആകുന്നതിന് മുമ്പ് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ദഗന്ന എന്ന ആൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നക ലതസിലുർ റഹ്മ വതസ്ദുഖുൽ ഹദീസ വതക്സിബുൽ മഅദൂമ വതഹ്മിലുൽ കല്ല വതഈതു അലാ നവായിബിദ് ദഹ്രി വതുഖരിൽ ലഈഫ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരുമ്പോൾ ഖദീജ ബീവി മുസ്തഫ നബിയോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പേടിക്കണ്ട, ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതസ്ബിറു അലാ നവായിബിൽ ഹഖി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അജ്ഞാന കാലഘട്ടത്തിൽ പോലും പലരും പരിചയപ്പെടുത്താറുണ്ടായിരുന്നു. ലതസിലുർ റഹ്മ, വളരെ കുടുംബ ബന്ധം ചേർക്കുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വതസ്ദുഖുൽ ഹദീസ്, വാക്ക് വളരെ സത്യമായി പറയുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വതഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ ഭാരം സ്വയം വഹിക്കുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വതുഈനു അലാ നവായിബിദ് ദഹ്രി, ഏത് ആപത്ത് വരുമ്പോഴും ഏത് നഷ്ടവും സത്യത്തിന് വരുമ്പോഴും ക്ഷതം വരുമ്പോഴും അവിടെയൊക്കെ തോൾ വെച്ച് സത്യത്തെ മികപ്പിക്കാൻ ശ്രമിക്കുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല വകാന ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മായിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വകാന മിൻ റുഅസായി ഖുറൈശ്, ഖുറൈശി നേതാക്കളിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഖുറൈശികളിൽ നേതാവായിരുന്നു. വ അഹ്ലി മുശാവറതിഹിം, അവരുടെ മുശാവറയിൽ അംഗമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വ മുഹബ്ബബൻ ഫീഹിം, അവരിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന എല്ലാ ആളുകളും സ്നേഹിക്കുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വ അലമ ലിമആമിലിഹിം, അവരുടെ ആചാര മര്യാദകളെ കുറിച്ച് ഏറ്റവും വിവരമുള്ള ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫലമ്മ ജാഅൽ ഇസ്ലാം, ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം വന്നപ്പോൾ ആഥറഹു അലാ മാ സിവാ,
എന്തിനേക്കാളും ബഹുമാനപ്പെട്ട ഇസ്ലാമിനെ തെരഞ്ഞെടുക്കുകയും വദഖല ഫീഹി അക്മല ദുഖൂലിൻ അതിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കുകയും ചെയ്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇമാം നവവി തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ശരീരഘടന ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ താരീഖ് ഇബ്നു സഅദ് തബഖാത്ത് ഇബ്നു സഅദ് രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലിക്കോളൂ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്ന ഒരു മഹത്വം, അതാണ് നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചെന്ന വഴിയും. അതുകൊണ്ടാണ് ഇതൊക്കെ ഭംഗിയായി നടക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഹബീബ റസൂലുള്ളാഹിന്റെ ഉത്തമ അനുയായികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റജുലൻ ഖാല ലഹാ ആയിഷ ബീവിയോട് ഒരാൾ പറഞ്ഞു സുഫീലനാ അബൂബക്കറിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു തരുവീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവീൻ. ഫഖാല ഉടനെ ബഹുമാനപ്പെട്ട മഹദി അവർകൾ പറഞ്ഞു റജുലുൻ അബിയലു നഹീഫുൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വെളുത്താളായിരുന്നു, മെലിഞ്ഞാളായിരുന്നു. വെളുത്താളായിരുന്നു എന്നാൽ വളരെ മെലിഞ്ഞാളായിരുന്നു. ലാ യസ്തക്മിലു ഇസ്റുഹു ബഹുമാനപ്പെട്ടവരുടെ അരയിലെ അരയുടുപ്പ് നിൽക്കൂലായിരുന്നു കെട്ടിയാല്. അതായത് ഈ ഊരക്കൊക്കെ വണ്ണം വളരെ കുറവായ ഒരാളായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഇനി ആടിക്കൊണ്ടേയിരിക്കും. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വരുന്ന കാര്യത്തിൽ മുസ്തഫ നബി പേടിപ്പിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എനിക്കെപ്പോഴും അങ്ങനെ വരാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിനക്കതിൽ പേടില്ല, നിങ്ങൾക്കതിൽ പേടിക്കണ്ട, നിങ്ങളത് ഹുയലായി ചെയ്യുകയല്ല, അത് നിങ്ങളുടെ ശരീരഘടനയാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇവിടെ വലിയ വണ്ണൊന്നുള്ള ആളായിരുന്നില്ല, ഇങ്ങനെ വളരെ മെലിഞ്ഞ വെളുത്ത് മെലിഞ്ഞ അരയൊക്കെ മെലിഞ്ഞ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു മഅറൂഫുൽ വജ്ഹി എന്ന വലിയ മുഖപ്രസന്നതയുള്ള ആളായിരുന്നു. നെറ്റിത്തടം വളരെ വിശാലമായ ആളായിരുന്നു. എപ്പോഴും വിയർക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു. അതൊക്കെ മഹത്വത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടും. എപ്പോഴും വിയർക്കുക, നെറ്റിത്തടം വിയർക്കുക, ഇതൊക്കെ നല്ല മഹത്വത്തിൽ എപ്പോഴും ഇങ്ങനെ വിയർക്കുന്ന ആളാണ് ആര്? ഒരാളുണ്ടല്ലോ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാളെ, എപ്പോഴും വിയർക്കും. വിയർപ്പ് വിയർക്കന്നെ. ആരാ ആരാ? സയ്യിദുനാ ഈസ. സയ്യിദുനാ ഈസ, സയ്യിദുനാ ഈസ. അതാ തഖ്തുറു മിൻഹു ജുമാനുൻ കല്ലുഇലുഇ. അല്ലാഹു അവിടുത്തെ ബർക്കത്തോണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ പഠിച്ചോനെ. അല്ലാഹു അവരിലേക്ക് ബർക്കത്തോണ്ട് മഹ്ശറിൽ അല്ലാഹു നമ്മളെ അവരിലേക്കൊക്കെ ചേർത്ത് രക്ഷപ്പെടുത്തി തരട്ടെ. വലിയ കൊതി തോന്നുന്ന ഒരാളാണ്. മുസ്തഫ നബി ഇങ്ങോട്ട് വർണ്ണിച്ചിട്ട് കാണാൻ കൊതി തോന്നുന്ന ഒരാളാണ് സയ്യിദുനാ ഈസ. അങ്ങനെ ഒലിക്കണം, സദാ നേരത്തും ഇങ്ങനെ ഒലിക്കും. ലാ യജിദു റിയ നഫ്സിഹി മിനൽ കുഫ്രി ഇല്ലാ മാതാ. ആ മനുഷ്യന്റെ വാസന അടിച്ചാൽ പോലും സത്യനിഷേധി മരിച്ചു പോകും. അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ ഈസ. ഇദാ റആഹു അദുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ആ മനുഷ്യനെ കണ്ടാൽ അള്ളാന്റെ ശത്രുവായ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ ഉരുകി പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. അവൾ എപ്പോഴും വിയർക്കുന്ന ഒരു രീതി അതുമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാന യഖ്ലിബു ബിൽ ഹിന്നായി, മൈലാഞ്ചി ഉപയോഗിച്ചിരുന്നു. മൈലാഞ്ചി ചായം താടിയിലും മുടിയിലൊക്കെ ഉപയോഗിച്ചിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. താരിഖ് ഇബ്നു സഅദ് ഇത് റളിയല്ലാഹു അൻഹു ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അൻ അലി ഖാല, ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തന്റെ താരീഖിൽ പറയുന്നു, അൻ അലി ഖാല അവ്വലു മൻ അസ്ലമ മിനർ റിജാലി അബൂബക്കർ.
മുസ്തഫ നബി തന്നെ പറയുന്നുണ്ട്, അവ്വലു മൻ സദ്ദഖ